ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 10-ാം വാരത്തിലെ ബുധനാഴ്ചയായ ഇന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയമാകുന്നത്. നിയമങ്ങളെ അണുവിട വ്യതിയാനം കൂടാതെ അനുസരിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന യഹൂദജനത്തിനും നിയമത്തെ വ്യാഖ്യാനിച്ച് വഷളാക്കിയ നിയമജ്ഞർക്കും ഫരിസയർക്കും യേശുവിൻ്റെ പ്രവൃത്തികളും പ്രസംഗങ്ങളും വെല്ലുവിളി ഉയർത്തിയിരുന്നു. ശുദ്ധ മനസാക്ഷിയോടെ നിയമം പാലിച്ചിരുന്ന സാധാരണക്കാർക്ക് പോലും പലപ്പോഴും യേശുവിൻ്റെ രീതികൾ സന്ദേഹത്തിന് ഇട നൽകിയിരുന്നു. ഈ ഒരു അവസരത്തിലാണ് അവിടുന്ന് പ്രഖ്യാപിക്കുന്നത്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. താനാണ് എല്ലാ നിയമത്തിൻ്റെയും ആദികാരണമെന്നും എല്ലാ സൃഷ്ടികൾക്കു മുമ്പേ താൻ ഉണ്ടായിരുന്നു എന്നുമുള്ള സത്യത്തിലേക്ക് തൻ്റെ അനുയാത്രികരെ പടിപടിയായി ഉയർത്തുന്ന യേശുവിൻ്റെ ചുവടുവയ്പായി നമുക്കിതിനെ ദർശിക്കാൻ സാധിക്കും. നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന പ്രഖ്യാപനം എങ്ങനെയൊക്കെയോ എപ്പോഴൊക്കെയോ നിയമത്തിൽ ന്യൂനതകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന സൂചന കൂടി നമുക്ക് നൽകുന്നു. നിയമത്തെ അഥവാ വചനത്തെ വ്യാഖ്യാനിക്കുന്നതിൽ നമുക്ക് വരുന്ന പാകപ്പിഴകളും വ്യവസ്ഥാപിത താൽപ്പര്യങ്ങൾക്കു വേണ്ടി നിയമത്തെ വളച്ചൊടിക്കുന്നതും നിയമദാതാവും നിയമം തന്നെയുമായ ദൈവത്തിൻ്റെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്ന് യേശു മറ്റൊരിടത്ത് ചോദിക്കുന്നത് നമുക്കിതിനോട് ചേർത്ത് വായിക്കാം. ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതാണ് നമ്മുടെ നിയമവ്യാഖ്യാനങ്ങൾ തെറ്റിപ്പോകുന്നതിന് ഒരു കാരണം. ദൈവത്തിൻ്റെ ഉള്ളറിയാൻ നാം പരിശീലിക്കുമ്പോൾ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരും. ദൈവസന്നിധിയിലും ദൈവ സാന്നിധ്യ ബോധത്തിലും ആയിരിക്കുക എന്നതും അതീവ സ്നേഹത്തോടെ വചനത്തെ ധ്യാനിക്കുക എന്നതും ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ സഹായിക്കും. ആദിയിലെ നിലനിന്നിരുന്ന വചനവും എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണവുമായ യേശുവിൻ്റെ ചാരത്തിരിക്കുവാൻ നമുക്ക് പരിശീലിക്കാം. അവിടുത്തെ ഹൃദയം നമ്മോട് മന്ത്രിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. എല്ലാം പൂർത്തീകരിക്കുന്ന, എല്ലാം പവിത്രീകരിക്കുന്ന ദൈവം തന്നെയായ വചനത്തിൻ്റെ രക്ഷാകര ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. യേശു തുടർന്ന് പറയുന്നു, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. വചനത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കേവർക്കുമുണ്ട്. നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ പ്രമാണങ്ങൾക്ക് നിരക്കാത്തത് മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കുമ്പോൾ സ്വർഗത്തിലെ ഇരിപ്പിടങ്ങൾ നമുക്ക് നഷ്ടമാകുന്നു എന്ന് ഓർക്കാം. സത്യവചനത്തിന് വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും സാക്ഷ്യം നൽകുമ്പോൾ സ്വർഗരാജ്യത്തിന് നമ്മൾ കൂടുതൽ യോഗ്യരാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ പോലും ദൈവവചനവുമായി ചേർന്നു പോകുന്നതായി തീരട്ടെ. ഈശോയുടെ തിരുഹൃദയം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.